സോ വൺ വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിങ് എങ്ങനെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിവിടെ എൻ്റർ ഫോൺ നമ്പർ ഓർ ഇമെയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ സൈനപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് നമ്മൾ കാണാം. അവിടെ വന്നിട്ട് ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ലൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ അടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പസിലൊക്കെ വരുന്നുണ്ടാവും. അത് ഒന്ന് ചെയ്ത് വിടുക. വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുത്ത ഇമെയിലിലേക്ക് കോഡ് വന്നിട്ടുണ്ട്. ഈ കോഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പാസ്വേഡ് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് KYC എന്നൊരു ബട്ടൺ കാണിക്കുന്ന കാണാം. കൊടുത്തിട്ടുണ്ട് ബിഫോർ KYC, ആഫ്റ്റർ KYC. അതായത് ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് നടത്തണമെങ്കിലോ ക്രിപ്റ്റോ വിഡ്രോവൽ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് അതർ സർവീസസ്, അതായത് നമ്മൾ എടുക്കുന്നത് തന്നെ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ KYC ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അതുകൊണ്ട് കംപ്ലീറ്റ് KYCയിൽ ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് വെരിഫിക്കേഷനിൽ $500 വരെ റിവാർഡിനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് തന്നെ സൈൻ ഇൻ ചെയ്യാൻ ശ്രമിക്കുക. ബേസിക് വെരിഫിക്കേഷൻ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അക്കൗണ്ട് പ്രിവിലേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഡെയിലി ഡെപ്പോസിറ്റിന് ലിമിറ്റ് ഉണ്ട്, മന്ത്ലി ഡെപ്പോസിറ്റിന് ലിമിറ്റ് ഉണ്ട്, ഡെയിലി വിത്ഡ്രോവലിന് ലിമിറ്റ് ഉണ്ട്. ഈ ഒരു ലിമിറ്റിനകത്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എങ്കിൽ ബേസിക് വെരിഫിക്കേഷൻ മതിയാവും. ഫിയറ്റ് കറൻസി കാണില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് വെരിഫിക്കേഷനിൽ വരുന്നത്. അഡ്വാൻസ്ഡ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേൽ ചെയ്യാവുന്നതാണ്. കാരണം എന്തിന് ലിമിറ്റ് കാണത്തില്ല. ഡെയിലി ഡെപ്പോസിറ്റിന് ലിമിറ്റ് ഇല്ല, മന്ത്ലി ഡെപ്പോസിറ്റിന് ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് ബേസിക്കലി $20,000 ആണുള്ളതെങ്കിൽ ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് ഇതിൽ ഒരു 50 ലക്ഷം വരെ, $50 ലക്ഷം വരെ ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ്ഡ് വെരിഫിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻസ്ഡ് വെരിഫിക്കേഷൻ വെരിഫൈ കൊടുക്കുക. കൺഫേം കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഐഡൻറ്റിഫൈ ഡോക്യുമെൻറ്റ്, നിങ്ങൾക്ക് ഇത് ID കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഞാൻ ID കാർഡാണ് കൊടുത്തത്. നമ്മുടെ ആധാർ ID കൊടുത്താൽ മതിയാവും. ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫേസ് വെരിഫിക്കേഷൻ വരും. നമ്മളത് ഐ ആം റെഡി കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫേസ് ക്യാം വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്ലിക്കേഷൻ ഡാറ്റ കൊടുത്തു, ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് കൊടുത്തു, സെൽഫി കൊടുത്തു. ഇനി അവർ പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ റിജക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ബിങ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അഡ്വാൻസ്ഡ് വെരിഫിക്കേഷൻ ചെയ്തതാണ്. എൻ്റെ ആധാർ കാർഡ് ഞാൻ ഓൾറെഡി ആ ഒരു അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതേ ആധാർ കാർഡ് തന്നെ പുതിയൊരു ആപ്ലിക്കേഷന് വേണ്ടി അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ വി റിജക്റ്റഡ് യുവർ ആപ്ലിക്കേഷൻ ബിക്കോസ് യുവർ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ ഹാസ് ബീൻ ഫൗണ്ട് ടു അനദർ അക്കൗണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ റിജക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ബിങ് അക്കൗണ്ട് എടുക്കുക ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റിജക്റ്റ് ആവില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തവർ നിങ്ങൾക്ക് അക്കൗണ്ട് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ബിങ് സർവീസസ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്
ഒരു 1 to 2 hour ലാഗ് വരും ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്ര ഒരു ഗ്യാപ്പേ എടുക്കുന്നുണ്ടാവുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡിങ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബിങ്ങെക്സിൽ സക്സസ്ഫുള്ളി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അതിൽ ഒരു അഡ്വാൻസ്ഡ് വെരിഫിക്കേഷനും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിപ്റ്റോ വാങ്ങാം, വിൽക്കാം, അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡ് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാം. ഇനി ഈ ഒരു സർവീസസ് എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ബിങ്ങെക്സിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡിംഗ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആദ്യം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ.